ക്രോഷ്യ ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള 3 സാധനങ്ങളാണ് ഹുക്ക്, യാണ്, കത്രിക. ഇത്രയും 3 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്രോഷ്യ പഠിക്കാം കേട്ടോ. അപ്പോൾ ഹുക്കിനൊക്കെ ഓരോ സൈസ് ഉണ്ട്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 mm ആണ്. യാണിൻ്റെ തിക്ക് കട്ടി അനുസരിച്ചിട്ടാണ് ഹുക്ക് യൂസ് ചെയ്യുക. സാധാരണ 3 mm ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫാൻസി കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന യാണാണ്. അതിനൊരു 25 ഗ്രാമിൻ്റെയാണിത്. ഇത് 15 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ 2.5 mm ഹുക്ക് എടുക്കുക. യാണിൻ്റെ കട്ടി അനുസരിച്ച് ഹുക്കിൻ്റെ സൈസും കൂട്ടി വരും. സാധാരണ 2.5 mm തൊട്ടിട്ട് 3 mm വരെ 3.5 mm വരെയാണ് എടുക്കുക. ഈ 15 രൂപയ്ക്ക് ചിലപ്പോൾ നല്ല യാണ് തന്നെ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളതും കിട്ടും. പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള യാണൊക്കെ ഞാൻ ഇൻസ്റ്റ വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതായി ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പേജിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ട കളറ് യാണ് ഏത് ടൈപ്പാണ് ഒക്കെ ഫോട്ടോ അയക്കും. നമുക്ക് അതിനനുസരിച്ച് മെസ്സേജ് റിപ്ലൈ കൊടുത്ത് ഓർഡർ ചെയ്യാം. കൊറിയറായിട്ട് കിട്ടും. ഇത് വെൽവെറ്റ് യാണാണ്. കൊറിയറായിട്ട് കിട്ടുമ്പോൾ ഒരു 4-5 ദിവസം സമയം എടുക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ പഠിക്കാം. പക്ഷേ ഈ ഒരു നമ്മൾ ഫാൻസി കടകളിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു യാണ് മതി. ഹുക്കിൻ്റെ റേറ്റ് വരുന്നത് ഒരു 35 രൂപ 40 രൂപ ആ റേറ്റാണ്. പിന്നെ അപ്പം ക്രോഷ്യ വർക്ക് ഏത് പ്രായക്കാർക്കും ചെയ്യാം കേട്ടോ. 13-14 വയസ്സ് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർക്ക് വരെ ചെയ്യാം. അങ്ങനെയുള്ളവർ ചെയ്യുന്നുണ്ട്. ഈസിയാണിത്. നമ്മളെ കൈയൊന്ന് വഴങ്ങേണ്ട കാര്യമേ ഉള്ളൂ. കൈ ഹുക്ക് യാണൊക്കെ പിടിച്ചൊന്ന് വഴങ്ങി റെഡി ആയില്ല പിന്നെ ഏത് സ്റ്റിച്ചും നമുക്ക് ഈസി ആയിട്ട് സ്പീഡിലും ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഒരുപാട് സമയം അല്ലെങ്കിൽ മക്കളൊക്കെ ഒരുപാട് ഫോണിൽ സമയം ചിലവഴിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഫോണിലൂടെ തന്നെ നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ക്രോഷ്യ വർക്ക്. അപ്പോൾ അത് ഒരു 10-15 സമയം നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. നമുക്ക് സ്വന്തമായിട്ട് ബാഗ്, പൗച്ച്, ഹെയർ ആക്സസറീസ്, ഫ്രോക്ക്, സ്കേർട്ട്, അതുപോലെ ബ്ലാങ്കറ്റ്, മാസ്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ക്രോഷ്യ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ക്രോഷ്യ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഹുക്ക് യാണൊക്കെ പിടിച്ച് ചെയ്യുമ്പോൾ കൈ വഴങ്ങാത്തൊരു പ്രോബ്ലം ഉണ്ടാകും. പക്ഷേ ഇതൊരു 5-6 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറും. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് യാണ് ചിലവാവുക അതുമില്ല. യാണ് നമ്മൾ ചെയ്ത സ്റ്റിച്ച് വീണ്ടും ഈസി ആയിട്ട് അഴിക്കാൻ പറ്റും. വീണ്ടും തന്നെ ചെയ്യാം. അപ്പം ഇത് നേരിട്ട് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് ഇവർക്ക് എന്തെല്ലാം മിസ്റ്റേക്കാണ് വരുന്നത്, കൈ എങ്ങനെയൊക്കെ പിടിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഹുക്ക് യാണ് എങ്ങനെ ഹോൾഡ് ചെയ്യുക, എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രോഷ്യ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ ഫ്രീ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് സോഫയിലോ കട്ടിലോ എവിടെ വേണം നമുക്ക് കംഫർട്ടായിട്ടുള്ള എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്രോഷ്യ വർക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഇതേപോലെയുള്ള ക്രാഫ്റ്റ് ക്രോഷ്യ വർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്